പേര് റോസ്മോൾ ജിൻഡോ, വീട് അടിച്ചിലി. എനിക്ക് 8 വർഷങ്ങൾക്ക് ശേഷം 3 ഉണ്ണികളെ ദൈവം തന്നു. ആദ്യത്തെ ഉണ്ണിയുടെ പേര് ജുവാന, രണ്ടാമത്തെ ഉണ്ണിയുടെ പേര് ജോഷ്വ, മൂന്നാമത്തെ ഉണ്ണിയുടെ പേര് ജാക്കുലിൻ. 2019 ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. അതിനുശേഷം കൊറോണ സമയമായതുകൊണ്ട് ഹസ്ബൻഡ് ദുബായിലാണ്. അങ്ങോട്ടൊന്നും പോകാൻ പറ്റാണ്ട് തടസ്സങ്ങളായിരുന്നു. പല കളിവാക്കുകളും ഒരു പരിപാടികൾക്ക് പോകാൻ പറ്റാണ്ടായി. അപ്പോൾ മാതാവ് എനിക്ക് എല്ലാം ക്ഷമിക്കാനുള്ള ശക്തി മാതാവ് എനിക്ക് തന്നു. അങ്ങനെ ഏപ്രിൽ മാസം പോകുന്നതിന് മുന്നേ ഞാനിവിടെ വന്ന് അച്ഛനെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം 3 മാസത്തെ വിസിറ്റിംഗ് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയി. 2 മാസം വിശേഷമൊന്നും ആയില്ല. മാതാവിനോട് പ്രാർത്ഥിച്ചു. 3-ാമത്തെ മാസമാകുമ്പോഴേക്കും മാതാവ് എനിക്ക് വിശേഷം തന്നു. മാതാവ് ആദ്യത്തെ സ്കാനിങ്ങിൽ മാതാവ് എനിക്ക് 3 ഉണ്ണികളെ കാണിച്ചു തന്നു. അതിനുശേഷം 5-ാം മാസം ഞാൻ നാട്ടിലേക്ക് എത്തുകയും സ്റ്റിച്ചിട്ട് കിടക്കുകയും ചെയ്തു. എന്നും അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു, എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നും അച്ഛൻ ഇവിടുന്ന് തന്ന ഉടമ്പടി തൈലം എന്നും വയറുമ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാം മാതാവ് എനിക്ക് ഒരു കുഴപ്പങ്ങളില്ലാണ്ട് മാതാവ് എനിക്ക് നടത്തി തന്നു. 8 മാസം വരെ എൻ്റെ ഉണ്ണികളെ ഞാൻ വയറ്റിൽ ചൂന്നു. 8 മാസത്തിൽ ഡെലിവറി നടന്നു. മാതാവ് എനിക്ക് 3 കുഞ്ഞുങ്ങളെ നൽകി. ദൈവം മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഉണ്ണികൾക്ക് 1 വയസ്സ് ആയി കഴിഞ്ഞ് 2-ാം മാസമാകുമ്പോഴേക്കും മാതാവ് എനിക്ക് അടുത്ത വിശേഷം തന്നു. 2-ാം മാസമായിട്ടാണ് ഞാൻ വിശേഷമുള്ളത് അറിഞ്ഞത്. 7 മാസം വരെ മാതാവ് എന്നെ നടത്തിപ്പോന്നു. ഇതുവരെ മാതാവ് എനിക്കൊരു കുഴപ്പം വരുത്തിച്ചിട്ടില്ല. അടുത്ത മാസം എനിക്ക് ഡെലിവറിയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ഷീല, എൻ്റെ വീട് മരത്താക്കര. എനിക്ക് 3 പെൺമക്കളാണുള്ളത്. 2-ാമത്തെ മകളുടെ കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. 2022 ഓഗസ്റ്റ് 3-ാം തീയതി എൻ്റെ മകൾ കുഴഞ്ഞു വീഴുകയും ഓർമ്മയില്ലാതെ ഇരിക്കുകയും ചെയ്തു. ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ മകൾക്ക് ഓർമ്മ തിരിച്ചു തരണേ എന്ന് പറഞ്ഞു. 10 മണി തൊട്ട് 3 മണി വരെ എൻ്റെ മകൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കിടന്നു. ഓർമ്മയൊന്നും വന്നില്ല. ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് പോയി. അവിടെ ചെല്ലുന്നത് വരെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു മകളെ വെൻറ്റിലേറ്ററിലാക്കണമെന്ന് പറഞ്ഞു. എൻ്റെ മകൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ മാതാവിന് വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. എൻ്റെ മോൾ ICUയിലാക്കി. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുകയും പരിശോധനയിൽ തലച്ചോറിൽ ബാക്ടീരിയ ബാധിച്ചേക്കണമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മകൾ ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു വരികയാണെങ്കിലും മാതാവിൻ്റെ അടുത്ത് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം. മാതാവ് എൻ്റെ മകളെ തിരിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ടായിരുന്നു. എൻ്റെ മകൾ ICUയിൽ നിന്ന് 5-ാമത്തെ ദിവസം റൂമിലേക്ക് മാറ്റി. 10 ദിവസമായപ്പോഴേക്കും എൻ്റെ മകൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ മകളുടെ എല്ലാ മരുന്നുകളും നിർത്തി. എൻ്റെ മോൾ ഒരു കുഴപ്പമില്ല. ആ മകൾ 8ൽ പഠിക്കുന്നു. ഇതെല്ലാം നടത്തി തന്നത് മാതാവാണ്. മാതാവിന് കോടാനുകോടി നന്ദി. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. 2019 കൊറോണ ടൈമായപ്പോഴേക്കും എനിക്ക് ITP എന്ന് പറഞ്ഞ അസുഖം വന്ന് ഞാൻ അമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എനിക്ക് പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കുറയുന്ന അസുഖമാണ്. മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ എനിക്ക് പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കൂടുള്ളൂ, അല്ലെങ്കിൽ 9000 ആകും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഞാൻ കഴിയുന്ന നാളിലെല്ലാം മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും. എനിക്ക് കുറേ ദൂരം നടക്കുവാനോ യാത്ര ചെയ്യുവാനോ ബുദ്ധിമുട്ടാണ്. എനിക്ക് അതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊറോണ കഴിഞ്ഞ പിന്നെ വരാൻ എനിക്കധികം പറ്റാറില്ല. എപ്പോഴാണ് വന്നത്. പിന്നെ മകൾ പ്രഗ്നൻ്റായി കിടന്നപ്പോൾ ബെഡ് റെസ്റ്റായിരുന്നു. ഞാൻ തന്നെയാണ് ഈ 3 കുഞ്ഞുങ്ങളെയും നോക്കി ഇത്ര വരെ ആക്കിയത്. എല്ലാം എൻ്റെ മാതാവാണ് നടത്തി തരുന്നത്. മാതാവിന് ഞാൻ എപ്പോഴും നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 13 മുതൽ 15 വരെ തിരുവചനങ്ങൾ. ദൈവം അബ്രഹാത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് ശപഥം ചെയ്യുവാൻ ആരുമില്ലാതിരുന്നതിനാൽ തന്നെക്കൊണ്ട് തന്നെ ശപഥം ചെയ്തു പറഞ്ഞു, നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു. റോസ്മോൾ
തൻ്റെ വിവാഹ ജീവിതത്തിൽ 8 വർഷം കഴിഞ്ഞിട്ട് മക്കളില്ലാതിരുന്ന കാലത്ത് ഒത്തിരി മനോവിഷമത്തിലൂടെയും ക്ലേശത്തിലൂടെയും കടന്നുപോയപ്പോൾ കൃപാസനം അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തയോടെ ദൈവമാണ് എൻ്റെ അവകാശവും ഓഹരിയും, അവിടുത്തേക്ക് അസാധ്യമായി യാതൊന്നുമില്ല എന്ന പ്രത്യാശയോടുകൂടി അമ്മ മാതാവിൽ ശരണപ്പെട്ട് ഈശോയ്ക്ക് തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ 3 മക്കളെ ഒരുമിച്ച് ഗർഭം ധരിക്കുന്നതിന് അമ്മ മാതാവ് മകളെ സഹായിക്കുകയും 3 മക്കളെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു കുഞ്ഞിനെ കൂടി ഉദരത്തിൽ നൽകിക്കൊണ്ട് അമ്മ മാതാവും തിരുക്കുമാരനും കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനെയും സന്തോഷത്തോടെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ അമ്മ മകളുടെ കുഞ്ഞിനുണ്ടായ വളരെ ഗുരുതരമായ രോഗാവസ്ഥയിൽ ആ കുഞ്ഞിന് വേണ്ടി അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി കണ്ണീരോടെ പ്രാർത്ഥിച്ച് ഉടമ്പടിയെടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഡോക്ടർമാർ വളരെ ക്ലേശകരമായ സാഹചര്യങ്ങൾ പറയുമ്പോഴും പൂർണ്ണമായ സൗഖ്യം എൻ്റെ അമ്മ നൽകുമെന്ന വലിയ പ്രത്യാശയോടുകൂടി കടന്നുപോയ നാളുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സാക്ഷ്യപ്പെടുത്തുക. പരിശുദ്ധമ്മയുടെ വലിയ മാധ്യസ്ഥവും സഹായവും അസാധ്യമെന്ന് മനുഷ്യർ കരുതുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയും മാറ്റി സാധ്യതകളെ തുറന്നു തരുന്നുവെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. രോഗത്തിൻ്റെ സൗഖ്യമാണെങ്കിലും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണെങ്കിലും മറ്റുള്ളവരുടെ കളിയാക്കലും കുത്തുവാക്കുകളും കൊണ്ട് വേദനിക്കുന്ന നാളുകളിൽ അമ്മ മാതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അനുഗ്രഹത്തിനുള്ള വഴിയായി തിരുക്കുമാരനോട് പറഞ്ഞ് അമ്മ മാറ്റിത്തരുന്നുവെന്ന് ഇവർ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രശ്നം എന്തു തന്നെ ആയിക്കോട്ടെ, പൂർണ്ണമായി മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് അമ്മയുടെ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ അത് എനിക്ക് ദൈവസന്നിധിയിലുള്ള അവകാശവും ഓഹരിയുമാണെന്ന ബോധ്യത്തോടു കൂടി അമ്മയോട് നിയോഗം വയ്ക്കുന്നതൊക്കെയും തിരുക്കുമാരനോട് പറഞ്ഞ് അമ്മ മാതാവ് ഏത് പ്രതിസന്ധിയിലും ഏത് അസാധ്യമായ സാഹചര്യത്തിലും എനിക്ക് വേണ്ടി സാധിച്ചു തരുമെന്ന ബോധ്യത്തോടു കൂടി സംശയമില്ലാതെ പ്രാർത്ഥിക്കുവാൻ ഈ നാളുകളിൽ സാധിക്കണം. നമ്മളെ അതിന് അമ്മ മാതാവും തിരുക്കുമാരനും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ കരഘോഷത്തോടുകൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.